ലബീദ് ബിൻ ആസം എന്ന് പറഞ്ഞ യഹൂദി നബിക്ക് സെഹർ ചെയ്തിട്ട് അയാൾ സെഹർ ചെയ്തതിൻ്റെ കാരണത്താൽ നബിക്ക് ചെയ്യാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നും അങ്ങനെ ഓരോ തോന്നിയെന്നൊക്കെ പറഞ്ഞാൽ അത് അയാളുടെ സെഹർ നബിയുടെ ബുദ്ധിയിൽ പലിച്ചു എന്നും അതിൽ അയാൾ വിജയിച്ചിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഖുർആൻ്റെ ആശയത്തിൻ്റെ എതിരാണത്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിൻ്റെ പരമ്പര ശരിയാണ്, അതേ അവസരം ഖുർആൻ്റെ ആശയത്തിൻ്റെ എതിരാണ്. സിഹറിന്റെ വിഷയത്തിൽ നേതാക്കൾക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങൾ എത്രമാത്രം പരിഹാസകരം. ശ്രദ്ധിക്കുക. ഇനി ബുഖാരിയിൽ ഹദീസില്ലേ എന്ന ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, ഒരു ജൂതൻ സിഹ്ർ ചെയ്തു. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. തള്ളിക്കളയുന്നില്ല, പരമ്പര ശരിയായതുകൊണ്ട് മർദൂദ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചു പറഞ്ഞ സനദിനെന്താണ് പോക്കാം? തള്ളിക്കളയുന്നില്ല, പരമ്പര ശരിയായതുകൊണ്ട് മർദൂദ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചു പറഞ്ഞ സനദിനെന്താണ് പോക്കാം? കാരണം ഇഷാമുൻ അൻ അബീന്റെ സനദ് നിരുപാധികൾ സ്വീകരിക്കാൻ പറ്റുമ്പോൾ ഷാഫി അല്ലുമ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിന്റെ പരമ്പര ശരിയാണ്. ഇനി ബുഖാരിയിൽ ഹദീസില്ലേ എന്ന ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, ഒരു ജൂതൻ സിഹ്ർ ചെയ്തു. അള്ളാന്റെ റസൂലിന് വരെ സിഹ്ർ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അതിനൊക്കെ ചില വാറോലകൾ തെളിവുദ്ധരിച്ച് ആളുകളെ ഇപ്പോ വശത്താക്കണ പണിയാണ് വേറെ ഒരു ഭാഗത്ത് നടക്കുന്നത്. നോക്കൂ നിങ്ങൾ, നബിക്ക് സിഹിർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന് പേടിച്ചു എന്ന്. അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി എത്ര പറഞ്ഞു? അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്. ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല. മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ ഇദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിച്ചേക്കാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമ്പർ 5763 66 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷമാകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാൻ ഇടയാക്കുന്നത് ഗൗരവമുള്ള